അമ്മയുടെയും മോളുടെയും പ്ലാൻ ഉഗ്രൻ. ഇവളെ ഞാൻ അറിയാതെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് നീ കരുതുന്നുണ്ടോ? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്, അതിന്റെ അടുത്ത ആഴ്ച കല്യാണം. അതാ ഞാനും ശിവനും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എങ്കി നിന്റെ ഈ ജീവൻ വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അമ്മയുടെ ജീവൻ ഈ ഭൂമിയിൽ ബാക്കിയെടുക്കാൻ വേണ്ടി നീ കല്യാണത്തിന് സമ്മതിക്കും ഇല്ലേ? ഇത്രയും കാലത്തിനിടയിൽ ഞാനുമായി ഗോപേട്ടൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. മുമ്പ് നടക്കാത്തതൊക്കെ അല്ലേ ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ മാറും. ഇനിയുള്ള എന്റെ ജീവിതം എന്നെ ചതിച്ച നിന്നോടും ആ സത്യപ്രതാപനോടുമുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്തിനാ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ? സത്യനും ഞാനും തമ്മിലുള്ളത് അങ്ങനെ ഒരു ബന്ധമല്ല. ദയവ് ചെയ്ത് ഗോപേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്ക. ഓ, ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ നീ ശ്രമിക്കണ്ട. എന്റെ കൺമുന്നിൽ കണ്ടതും കേട്ടതുമായ സത്യങ്ങൾ വെച്ചാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. എങ്ങനെയാ ഈ തെറ്റിദ്ധാരണ വന്നെന്ന് എനിക്കറിയില്ല. ഗോപേട്ടൻ അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അതിന്റെ പേരിൽ എന്റെ മോളുടെ ജീവിതം കുരുതി കൊടുക്കാൻ പറ്റില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ വിചാരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ ഇവളുടെ എൻഗേജ്മെന്റും കല്യാണവും അത് ഞാൻ നടത്തിയിരിക്കും. അതെ, അച്ഛൻ നിശ്ചയിക്കുന്ന കല്യാണത്തിന് മുമ്പ് ഞാനങ്ങ് ഇല്ലാണ്ടായാലോ? അമ്മയുടെ ജീവൻ വെച്ച് എന്നോട് വിലപേശുന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ആ ബാർഗെയിനിങ്ങിന് നിന്ന് തരാതെ ഞാൻ ഈ ലോകം വിട്ടു പോയാലോ? പിന്നെങ്ങനെ അച്ഛൻ എന്റെ കല്യാണം നടത്തും? മിഥുനേട്ടാ. ഹലോ കീർത്തി. ഹലോ ചേച്ചി. മോളെ, എനിക്കിവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നായിരുന്നല്ലോ ചേച്ചിയുടെ സംശയം. അതങ്ങ് തീർക്കാനാ വിളിച്ചത്. എന്റെ കൂടെ മിഥുനേട്ടനും ഉണ്ട്. ഹായ് ചേച്ചി, മിഥുനാണേ. കീർത്തി ഇവിടെ ഭയങ്കര ഹാപ്പിയാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചേച്ചിയുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ലൗഡ് സ്പീക്കർ മോഡിലിട്. മിഥുനേട്ടന് നിങ്ങൾ എല്ലാവരോടുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ആ ശരി, രണ്ടുപേരും എന്റെ കൂടെ തന്നെ ഉണ്ട്. അവര് കേൾക്കുന്നുണ്ട്. ഹലോ മോളെ. ഹായ് അങ്കിൾ. ഹായ് ആന്റി. എല്ലാവർക്കും സുഖമല്ലേ? അതെ മോനെ, ഞങ്ങൾക്ക് സുഖം തന്നെയാ. മക്കൾക്കും അങ്ങനെ തന്നെ അല്ലേ? ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കുക അങ്കിൾ. 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വിരുന്നിന് വരാന്നാ ഞങ്ങൾ കരുതുന്നത്. അത് പറയാൻ വേണ്ടിട്ടാ ഇപ്പം വിളിച്ചത്. അത് നന്നായി. ദേ, എന്നാ വരുന്നതെന്ന് നാട്ടുകാർക്ക് ചോദിച്ചു തുടങ്ങി. പിന്നെ ശില്പയുടെ കല്യാണ നിശ്ചയം കൂടി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് പോയാ മതി. ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ചോ?